ലോ നമ്പർ 28 ആണ്. ഫീൽഡറിനെ പറ്റിയുള്ള ലോയാണ്. അപ്പോൾ നമ്മൾ വിക്കറ്റ് കീപ്പറിൻ്റെ കേസിൽ പറഞ്ഞു നോ ഫീൽഡർ അതർ ദാൻ ദ വിക്കറ്റ് കീപ്പർ ഷാൽ ബി പെർമിറ്റഡ് ടു വിയർ ദ ഗ്ലൗസ് ഓർ എക്സ്റ്റേണൽ ലെഗ് ഗാർഡ്സ്. ഇൻ അഡീഷൻ പ്രൊട്ടക്ഷൻ ഫോർ ദ ഹാൻഡ് ഓർ ഫിംഗേഴ്സ് മേ ബി വോൺ ഓൺലി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ അമ്പയറിൻ്റെ കൺസെൻറ്റ്. അമ്പയറിൻ്റെ കയ്യിൽ നിന്ന് സമ്മതം മേടിച്ചതിന് ശേഷം കൈയിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ചില എന്താ പറയുക ബാൻഡുകൾ സാധനങ്ങളൊക്കെ വിയർ ചെയ്യാവുന്നതാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ലെഗ് ഗാർഡോ അല്ലെങ്കിൽ ഗ്ലൗവോ വിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ബാബർ അസം ഗ്ലൗ ഇട്ടിട്ട് ബോൾ പിടിച്ചിട്ട് 5 റൺ പെനാൽറ്റി നമ്മുടെ വെസ്റ്റ് ഇൻഡീസിന് കിട്ടിയ മാച്ചൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിക്കുക. ഫീൽഡിങ് ദ ബോൾ, എ ഫീൽഡർ മേ ഫീൽഡ് ദ ബോൾ വിത്ത് എനി പാർട്ട് ഓഫ് ഹിസ് പേഴ്സൺ. അപ്പൻഡിക്സ് ഇതിൽ പറയുന്നുണ്ട്. അവർ ഷീ വിൽ ബി ഡീംഡ് ടു ഹാവ് ഫീൽഡഡ് ദ ബോൾ illegally if while the ball is in play he willfully uses anything other than a part of his or person to field the ball. അയാൾ വേറെ വല്ല സാധനം ഉപയോഗിച്ച് ബോൾ ഫീൽഡ് ചെയ്യാൻ അയാളുടെ മേലുള്ള സാധനം അല്ലാതെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഫീൽഡ് ചെയ്താൽ ഇല്ലീഗലായിട്ട് പറയും. പിന്നെ അയാളുടെ ക്ലോത്തിങ് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റേ നമ്മുടെ തൊപ്പിയൊക്കെ വെച്ച് ക്യാച്ചൊക്കെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലീഗലാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കർച്ചീഫോ എന്തെങ്കിലും എക്യുപ്മെൻറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് അത് ബോളായിട്ട് കോൺടാക്റ്റൊക്കെ വന്നത് ഇല്ലീഗലായിട്ട് വരാം. ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ ഫീൽഡിംഗ് ഓഫ് ദ ബോൾ ഇൻ പ്ലേ മേക്സ് കോൺടാക്ട് വിത്ത് എ പീസ് ഓഫ് ക്ലോത്തിങ് ഓർ എക്യുപ്മെൻറ്റ് ഓർ അതർ ഒബ്ജക്റ്റ് വിച്ച് ഹാസ് ആക്സിഡൻ്റലി ഫാളൻ ആയിട്ട്. അതായത് അറിയാം നമ്മുടെ ഇതിൽ ടൗലുണ്ട്, നമ്മൾ ഫീൽഡ് ചെയ്യാൻ ഓടുമ്പോൾ ടൗല് തെറിച്ച് വീണു എന്നിട്ട് അത് അല്ലെങ്കിൽ നമ്മുടെ അമ്പയറിൻ്റെ കയ്യിൽ നമ്മൾ ബോൾ ചെയ്യുമ്പോൾ തൊപ്പി കൊടുക്കുന്നു, ആ തൊപ്പി വീണ് പോയിട്ട് അതുമ്മേ കൊണ്ടാലൊന്നും അത് ഇല്ലീഗലായിട്ട് പറയില്ല കേട്ടോ. അല്ലാണ്ട് നമ്മുടെ മനഃപൂർവ്വമായിട്ടുള്ള ഇതിനാണ് ഇല്ലീഗലായിട്ട് വരുന്നത്. ഇപ്പോൾ ഫീൽഡർ ഇല്ലീഗലി ഫീൽഡ്സ് ദ ബോൾ ഷാൽ ബി ഇമ്മീഡിയറ്റ്ലി ബിക്കം ഡെഡ്. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ഒരു തൊപ്പി വെച്ച് മനഃപൂർവ്വം ഫീൽഡ് ചെയ്തു അതൊരു ബോൾ ഡെഡാക്കാൻ എന്നിട്ട് ദ പെനാൽറ്റി ഫോർ നോ ബോളർ വൈഡ് ഏതാണോ അത് ആ റണ്ണ് കൊടുക്കും. എന്നിട്ട് ബാറ്റർ ഓടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ആ റണ്ണ് അതിലത് കൗണ്ടാവും. എന്നിട്ട് ടുഗദർ വിത്ത് റൺ ഇൻ പ്രോഗ്രസ് എന്താണോ അതും അതിൻ്റെ അകത്തേക്ക് ആഡാവും. അപ്പോൾ അതിന് ശേഷം അതായത് ഓൾറെഡി ഇത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൺ ആഡാവും. ബോള് കൗണ്ട് ചെയ്യില്ല. എന്നിട്ട് അമ്പയർ മറ്റേ 5 റൺ പെനാൽറ്റി ബാറ്റിംഗ് സൈഡിന് കൊടുക്കും. എന്നിട്ട് ഫീൽഡിംഗ് സൈഡ് ക്യാപ്റ്റനോടും അതർ അമ്പയറിനോട് കാര്യം എന്താണെന്ന് പറയും. പിന്നെ ബാറ്ററിൻ്റെ അടുത്തും കാര്യങ്ങൾ പറയും. ബാറ്റിംഗ് സൈഡിലുള്ള ക്യാപ്റ്റനോടും എന്താ സംഭവിച്ചതെന്ന് പറയും. പിന്നെ നമ്മൾ സ്ഥിരം വായിച്ച കാര്യങ്ങൾ തന്നെ. അമ്പയർ എന്നിട്ട് ഇത് ടുഗദർ ആഫ്റ്റർ ദ മാച്ച് മറ്റേ ഒഫറ്റിംഗ് സൈഡിൽ എക്സിക്യൂട്ടീവിനോട് പറയുന്നു, അവിടുത്തെ ഗവർണിംഗ് ബോഡി ആയിട്ടുള്ള ഏത് അസോസിയേഷനോട് അവരോട് പറയുന്നു. എന്നിട്ട് എന്ത് ആക്ഷനാണോ ക്യാപ്റ്റനാണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനാണോ അല്ലെങ്കിൽ ടീമിനെതിരെ ആക്ഷൻസ് എടുക്കാൻ പറ്റും, ആ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റ്സ് ബിലോങ്ങിങ് ടു ദ ഫീൽഡിംഗ് സൈഡ്. അപ്പോൾ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യാത്ത പക്ഷം ഗ്രൗണ്ടിൽ വയ്ക്കരുത്, എബോവ് ദ സർഫസ് ആയിട്ട് വയ്ക്കരുത്. അല്ല കുഴി പോലത്തെ സെറ്റപ്പൊക്കെ ചില ഗ്രൗണ്ടുകളുണ്ട്, അതിൻ്റെ അകത്ത് വെക്കണം. ബിഹൈൻഡ് ദ വിക്കറ്റ് കീപ്പർ വയ്ക്കാറുണ്ട് ലൈൻ ഓഫ് ദ സ്റ്റമ്പിൽ, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് മറ്റേ നമ്മുടെ ബോൾ പോയിട്ട് വൈലിൻ പ്ലേ അവിടെ പോയി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾ ഡെഡാവും. എന്നിട്ട് നമ്മുടെ അമ്പയർ നോ വൈഡ് ഏതാണെന്ന് വെച്ചാൽ അത് വിളിക്കും. അതുകൂടാതെ 5 റൺ പെനാൽറ്റി. അമ്പയർ ഷാൽ അവാർഡ് 5 റൺസ് പെനാൽറ്റി ടു ദ ബാറ്റിംഗ് സൈഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എനി റൺസ് കംപ്ലീറ്റ് ബൈ ദ ബാറ്റേഴ്സ് ബിഫോർ ദ ബോൾ സ്ട്രൈക്സും, അതായത് ബാറ്റ്സ്മാൻ ഓടിക്കൊണ്ടിരിക്കുന്നു, അത് ബോൾ ആ ഹെൽമെറ്റിൽ പോയി മുട്ടണതിന് മുമ്പ് ഓടിയിട്ടുണ്ടെങ്കിൽ ആ റണ്ണും കൂടി കിട്ടും. മറ്റേ ബോൾ ബാറ്റർ ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ഇത് ഹെൽമെറ്റ് കൊള്ളുന്നതിന് മുമ്പായിട്ട് ബാറ്റ്സ്മാൻ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റണ്ണും കിട്ടും. പിന്നെ 5 റൺ പെനാൽറ്റിയും കിട്ടും. ഇഫ് ദ ബോൾ ഇൻ പ്ലേ സ്ട്രൈക്സ് ഹെൽമെറ്റ് പ്ലേസ് ആസ് ഡിസ്ക്രൈബ്, നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഹെൽമെറ്റ് വെച്ച് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ലെഗ് ബേസ് അവാർഡ് ചെയ്യാത്ത സാധനത്തിൽ അതൊന്നും കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡെലിബറേറ്റ് പാഡ് ചെയ്തിട്ട് അത് പോയിട്ട് ഹെൽമെറ്റിലൊക്കെ ടച്ച് ചെയ്താൽ അത് കിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റേ ഡിസലോ ഓൾ ദ റൺസ് ടു ബാറ്റിംഗ് സൈഡ് റിട്ടേൺ എനി നോട്ട് ഔട്ട് ബാറ്റർ ടു ഹിസ് ഒറിജിനൽ എൻഡ്, അതിൽ കളി വേറെ ആയിരിക്കും. പിന്നെ സിഗ്നൽ നോ ബോളർ വൈഡ് ടു സ്കോറേഴ്സ് ഇഫ് ആപ്ലിക്കബിൾ, അവാർഡ് 5 റൺ പെനാൽറ്റി ഇഫ് ആപ്ലിക്കബിൾ. അപ്പം നമ്മുടെ ഹെൽമെറ്റിൽ പോയി ടച്ച് ചെയ്യണേ അതിൻ്റെ പെനാൽറ്റി കിട്ടില്ല, കാരണം അത് ഡെലിബറേറ്റ് പാഡിങ് ഒക്കെ പോലത്തെ ഇതിനൊന്നും കിട്ടില്ല, അത് ആർക്കും റണ്ണ് കിട്ടില്ല. ലിമിറ്റേഷൻ ഓഫ് ഓൺ സൈഡ് ഫീൽഡേഴ്സ്. ഇനി ഓൺ സൈഡിൽ ഫീൽഡേഴ്സ് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ബോളേഴ്സ് ഡെലിവറി ദർ ഷാൽ നോട്ട് ബി മോർ ദാൻ 2 ഫീൽഡേഴ്സ് അതർ ദാൻ ദ വിക്കറ്റ് കീപ്പർ ബിഹൈൻഡ് ദ പോപ്പിംഗ് ക്രീസ് ഓൺ ദ ഓൺ സൈഡ്. അതായത്
നമ്മുടെ ബോൾ ചെയ്യുന്ന ടൈമിൽ രണ്ട് ഫീൽഡർ വിക്കറ്റ് കീപ്പർ അല്ലാതെ രണ്ട് ഫീൽഡർ മറ്റേ ബാക്ക് സൈഡിൽ നമ്മുടെ തേർഡ് മാൻ ആ ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഫീൽഡർ വിൽ ബി കൺസിഡർഡ് ടു ബി ബിഹൈൻഡ് ദ പോപ്പിംഗ് ക്രീസ് അൺലെസ് ദ wall of his person whether grounded or not is in air is in front of the line. അതായത് നമ്മുടെ ഈ കണ്ടല്ലോ ഈ ഓൺ സൈഡിൽ നമ്മുടെ പോപ്പിംഗ് ക്രീസ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ ഏരിയകളിൽ വിക്കറ്റ് കീപ്പർ ഈ ഇത്ര ഏരിയ ഈ ക്വാഡ്രൻറ്റിൽ രണ്ട് ഫീൽഡർ കൂടുതൽ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ലോങ്ങിലേക്ക് ഫൈനിലേക്ക് ഇപ്പോൾ മാക്സിമം ഒരു ഫൈനും നിർത്താം, സ്ക്വയറും നിർത്താം, കീപ്പർ കൂടാതെ. അതിൽ കൂടുതൽ ആൾക്കാർ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് അയാളുടെ ബോഡി എയർ പോലെ അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഈ പറഞ്ഞ പോപ്പിംഗ് ക്രീസിൻ്റെ ബാക്കിലാണെങ്കിൽ രണ്ട് ഫീൽഡർ കൂടുതലായ നോ ബോൾ വിളിക്കാം. ഇത് സ്ട്രൈക്കർ അമ്പയറിൽ നോ ബോൾ വിളിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫീൽഡേഴ്സ് നോട്ട് എൻക്ലോസ് പിച്ചിൻ്റെ അകത്ത് while ball in play and until the ball has made contact with the striker, bat or person or has passed the striker's bat, no fielder other than the bowler may have any part of his or person grounded or extended over the pitch. അതായത് പിച്ചിൻ്റെ അകത്ത് വേറെ ഫീൽഡറിൻ്റെ പാർട്ട് വരാൻ പാടില്ല എന്നുള്ള കേസ് പറയുന്നത്. ബോൾ എറിയുന്ന ടൈമിൽ സ്ട്രൈക്കറുടെ ബാറ്റ് തൊടുക, അയാളുടെ മേത്തുകൊള്ളു, അതിൻ്റെ അപ്പുറം പാസ് ചെയ്ത് പോകുക, അല്ലാത്ത പക്ഷം ബോളർക്ക് മാത്രമാണ് ആ ബുക്കുമല്ലോ. അപ്പോൾ ആ ഒരു കേസാണ് പറയുന്നത്. In the event of infringement of this law by any fielder other than the wicketkeeper, the bowler and umpire shall call and signal no ball. ഏതെങ്കിലും ഫീൽഡർ വിക്കറ്റ് കീപ്പറിന് കയറാൻ പറ്റും, ബോൾ പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കയറുന്നത്. അല്ലാണ്ട് വിക്കറ്റ് കീപ്പറിൻ്റെ പൊസിഷൻ മാറിയിട്ടുള്ള നോ ബോൾ വേറെ ഉണ്ട്, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതല്ലാണ്ട് പിടിക്കാൻ കയറിയ കുഴപ്പമില്ല. അല്ലാണ്ട് വേറെ ഫീൽഡർ എന്തെങ്കിലുമൊക്കെ ബോൾ ഇൻ പ്ലേ ആയ ടൈമിൽ കയറി കഴിഞ്ഞാൽ, ബാറ്റ്സ്മാൻ അടിക്കുന്നതൊക്കെ കയറി കഴിഞ്ഞാൽ നോ ബോളായിട്ട് വിളിക്കും. Movement by a fielder other than the wicketkeeper. Any movement by a fielder excluding the wicketkeeper after the ball comes into play and before the ball reaches the striker is unfair except for following. അപ്പോൾ ഈ ഫീൽഡറിൻ്റെ മൂവ്മെൻറ്റും ചിലത് നോ ബോൾ വിളിക്കാൻ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും കുഴപ്പമില്ല. മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ് ടു സ്റ്റാൻസ് ഓർ പൊസിഷൻ ഇൻ റിലേഷൻ ടു സ്ട്രൈക്കേഴ്സ് വിക്കറ്റ് കുഴപ്പമില്ല. മൂവ്മെൻറ്റ് ബൈ എനി ഫീൽഡർ അതർ ദാൻ ക്ലോസ് ഇൻ ഫീൽഡർ, ക്ലോസ് ആയിട്ട് നിൽക്കണവരങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. ടുവേഴ്സ് ദ സ്ട്രൈക്കർ ഓർ ദ സ്ട്രൈക്കർ വിക്കറ്റ് ദാറ്റ് ഡസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഓൾട്ടർ ദ പൊസിഷൻ ഓഫ് ദ ഫീൽഡർ. നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നിൽക്കുക, ബോൾ പിടിക്കാൻ വേണ്ടി മൂവ് ചെയ്ത് നിൽക്കണമെന്നും പ്രശ്നമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത് പറയുന്നത്. മൂവ്മെൻറ്റ് ബൈ എനി ഫീൽഡർ ഇൻ റെസ്പോൺസ് ടു ദ സ്ട്രോക്ക് ദാറ്റ് ദ സ്ട്രൈക്കർ ഈസ് പ്ലേയിങ് ഓർ ദാറ്റ് ഈസ് ആക്ഷൻ സജസ്റ്റ് ഈസ് ഇൻ ടു പ്ലേ. അതേപോലെ ലെഗ് സ്ലിപ്പ് നിൽക്കുക, അപ്പോഴത്തേക്കും നമ്മൾ ഇയാൾ സ്വീപ്പ് അടിക്കാൻ പോകണ കാണുമ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് നമ്മൾ ബോൾ പിടിക്കാൻ വേണ്ടി മൂവ് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് ലിമിറ്റേഷൻ ഓൺ ഓൺ സൈഡ് ഫീൽഡർ, ഏത് കാരണവശാൽ ഓൺ സൈഡ് ഫീൽഡിൽ ലിമിറ്റേഷൻ അപ്ലൈ ചെയ്യും. ഇൻ ദി ഇവൻറ്റ് ഓഫ് സച്ച് അൺഫെയർ മൂവ്മെൻറ്റ് either അമ്പയർ ഷാൽ കോൾ ആൻഡ് സിഗ്നൽ ഡെഡ് ബോൾ. ഇപ്പോൾ എന്തെങ്കിലും അൺഫെയർ മൂവ്മെൻറ്റ് വന്നാൽ ഡെഡ് ബോൾ വിളിക്കുന്നു, എന്നിട്ട് ഇൻഫോർ ദ അമ്പയർ ഫോർ ഡൂയിങ് സോ ദ ബോളേഴ്സ് ആൻഡ് അമ്പയർ ഷാൽ ദെൻ 1 run പെനാൽറ്റി വൈഡ് ഓൺ നോ ബോൾ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ 5 runs പെനാൽറ്റി ബാറ്റിംഗ് സൈഡിൽ കൊടുക്കുക. ബാറ്റിംഗ് സൈഡിൽ 5 run പെനാൽറ്റി കിട്ടും കേട്ടോ. ഇൻഫോം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഫീൽഡിംഗ് സൈഡ് ഓഫ് ദ റീസൺ ഫോർ ഹിസ് ആക്ഷൻ. ഫീൽഡിംഗ് സൈഡിലെ ക്യാപ്റ്റനോട് പറയുന്ന കാര്യം, എന്നിട്ട് ബാറ്ററോടും ക്യാപ്റ്റനോടും പറയുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അമ്പയർ എന്നിട്ട് ടുഗദർ ഇത് മാച്ചിന് ശേഷം ഒഫൻഡിങ് സൈഡിൻ്റെ ആളോട്, ടീമിൻ്റെ എക്സിക്യൂട്ടീവിനോട് പറയുന്നു. അവിടുത്തെ അസോസിയേഷൻസ് ഗവർണിംഗ് ബോഡി ഏതാണോ അവരോട് പറയുന്നു. പിന്നെ ഏത് ആക്ഷൻ ക്യാപ്റ്റനോ ടീമിനോ അല്ലെങ്കിൽ കൺസേൺഡ് ഇൻഡിവിജ്വലിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള കേസ് പറയുന്നു. അപ്പോൾ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഡിസ്ട്രാക്ട് സ്ട്രൈക്കർ എന്നൊക്കെ പറഞ്ഞ് ലോ 41 വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലോ നമ്പർ 28 പറയുന്നത്.